എറണാകുളം ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും പൊതിച്ചോറ് കൊടുക്കുന്ന ഒരാൾ, ഇവർക്ക് അറിയില്ല, ചാക്കോ നെറ്റിയാണ് അദ്ദേഹത്തിന്റെ പേര്, എന്റെ സുഹൃത്താണ്. ഇവിടെ കൊടുക്കാം, ഇപ്പോഴും കൊടുക്കാം, ഇനിയും പൊതിച്ചോറ് കൊടുക്കാം. പക്ഷേ ഡിവൈഎഫ്ഐയുടെ ബോർഡ് കൊടിയും ബാനറും വേണ്ടാന്നല്ലേ പറഞ്ഞുള്ളൂ. ഇവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ നേരിട്ട് കൊടുക്കാം, കൊടിയും ബാനറും ഒക്കെ പുറത്തു വെച്ചിട്ട്. അത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. അവിടെയാണ് ഈ ചാനലുകളുടെ തെറ്റിദ്ധരിപ്പിക്കൽ. നമ്മൾ ചാരിറ്റി ചെയ്യുന്നത് നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ ചാരിറ്റിക്ക് അർത്ഥമില്ല എന്നതാണ്. അത് ദൈവവിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പോയി നമ്മൾ ദൈവത്തിന് വഴിപാട് ചെയ്യണ മാതിരി, മറ്റേ ശ്രീകൃഷ്ണൻ പോരാടം എന്ന് പറഞ്ഞിട്ട് വഴിപാട് ചെയ്യണ മാതിരി അങ്ങനെയല്ലല്ലോ ഇത്. അങ്ങനെ ആവാൻ പാടില്ല. ഒരു പുറത്തൊക്കെ ചെയ്യാം, പുറത്ത് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞ ഡിവൈഫൈ ലിസ്റ്റ് ഇറക്കിക്കോട്ടെ, ഞാൻ ഇന്ന് 500 പൊതിച്ചോറ് കൊടുത്തു, യൂത്ത് കോൺഗ്രസ് 200 പൊതിച്ചോറ് കൊടുത്തു, സേവാഭാരതി 300 കൊടുത്തോട്ടെ, എഴുതിക്കോട്ടെ. പക്ഷേ കിട്ടുന്ന ആളെ അപമാനിക്കുന്ന തരത്തിൽ പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല. ഡിവൈഎഫ്ഐ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നത് ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ മാത്രമല്ല ആശുപത്രികളിലേക്ക് പൊതിച്ചോറ് നൽകുന്നവരാണ്. ബ്ലഡ് വേണമെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആളിനെ ശേഖരിച്ചു കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐ. അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പോലും പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ബാനറുകളും കൊടികളും, അതിപ്പോ ഏത് പാർട്ടിയുടെ, ഡിവൈഎഫ്ഐയുടെ എന്നല്ല, ഇനി കോൺഗ്രസിന്റെ ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ സേവാഭാരതിയുടെ തന്നെ ആരുടെയും കൊടിയോ ബാനറോ വെച്ച് ആഹാരം കൊടുക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് ആഹാരം നൽകണമെങ്കിൽ അല്ലെങ്കിൽ പൊതിച്ചോറ് നൽകണമെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഏൽപ്പിക്കാം, അതല്ല എങ്കിൽ ബാനറും കൊടിയും ഒഴിവാക്കിക്കൊണ്ട് നടത്താം. പക്ഷേ ഡിവൈഎഫ്ഐ പറയുന്നത്, പിന്നെ ചില CPM അനുകൂല ചാനലുകളൊക്കെ പറയുന്നത് പൊതിച്ചോറ് നിർത്തലാക്കാനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. തെറ്റായ ഒരു മെസ്സേജ് പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സേവനമാണ് എങ്കിൽ എന്തിനാണ് ഇവർക്ക് കൊടിയുടെയും ബാനറിന്റെയും ആവശ്യം? അല്ല, ഈ പൊതിച്ചോറ് രാഷ്ട്രീയം, നമ്മൾ ട്രോളൊക്കെ ധാരാളം വന്നിട്ടുള്ളതാണ്. പൊതിച്ചോറ് രാഷ്ട്രീയം പ്രത്യേകിച്ചും എനിക്ക് വളരെ ഇഷ്ടമുള്ള ചിന്താ ജെറോമിനെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട ട്രോള് വന്നിട്ടുള്ള. പക്ഷെ പ്രശ്നം, പൊതിച്ചോറ് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്, കാരണം ആളുകൾ വിശന്നിരിക്കാൻ പാടില്ല. പക്ഷെ 2-3 ചോദ്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, പൊതിച്ചോറ് അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? ആ സംവിധാനത്തിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. സർക്കാർ ആശുപത്രിയിലാണ് കൂടുതൽ. സ്വകാര്യ ആശുപത്രിയിലൊന്നും കൊണ്ടുവന്ന് ആരും സമ്മതിക്കില്ല, കൊടുക്കാനും സമ്മതിക്കില്ല. അവർ ബുദ്ധിമുട്ടാണ്. സർക്കാർ ആശുപത്രികളിൽ അവർക്ക് ഭക്ഷണം കിട്ടാൻ ഒരു വഴിയില്ല. അപ്പോൾ ആളുകൾ അത് കിട്ടുന്നു. രോഗികളായാലും രോഗിയെ കൂടെ നിൽക്കുന്നവർക്കായാലും കിട്ടും. ഇനി ഇതിലൊരു തമാശ ഉള്ളത്, ഈ കൊടി വയ്ക്കണോ ബാനർ വയ്ക്കണോ എന്ന് വെച്ചാൽ, എറണാകുളം ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും പൊതിച്ചോറ് കൊടുക്കുന്ന ഒരാൾ, ഇവർക്ക് അറിയില്ല, ചാക്കോ നെറ്റിയാണ് അദ്ദേഹത്തിന്റെ പേര്, എന്റെ സുഹൃത്താണ്. ഞാൻ ഇതുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. പത്രക്കാർ പോയി ചോദിച്ചാൽ പോലും പറയാ, അത് ഞാനിങ്ങനെ പാട്ടുകാരുടെ സഹായം കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ ഒരു സൗജന്യമാണ് അല്ലെങ്കിൽ ഒരു സഹായമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മുടെ പേര് എന്തിനു വയ്ക്കണം എന്ന ചോദ്യമുണ്ട്. ഇടത്ത് കൈ ചെയ്യുന്നത് വലത്ത് കൈ അറിയരുത് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം എന്ന അർത്ഥത്തിൽ ഞങ്ങളുടെ സ്വീകാര്യത കൂട്ടാൻ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒരു സമുദായ സംഘടനയ്ക്കും നല്ലതല്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിപ്പോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു മത രാഷ്ട്രീയ സംഘടനകൾ ചെയ്യുമ്പോൾ അതിലൊരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. എല്ലാവർക്കും കൊടുക്കാം, എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം, ചിലപ്പോൾ ഞാൻ പൈസ കൊടുക്കാം. പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു സംഘടനയ്ക്ക് എനിക്ക് പൊതിച്ചോറ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു 100 രൂപ കൊടുക്കും, ചിലപ്പോൾ 2-3 ആളുകൾക്ക് പൊതിച്ചോറ് കൊടുത്തോളൂ എന്ന് പറയാം, അത് ചെയ്യാം. പക്ഷെ ഞാനത് എൻ്റെ എന്തോ മഹത്വമായി സംഘടനാപരമായ ഒരു കാര്യമായി ചെയ്യേണ്ടതാണോ? പിന്നെ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ദോഷങ്ങളിൽ ഒന്നായി കണ്ടിട്ടുള്ളത് അവരിപ്പോൾ ചാരിറ്റി ആയി പോകുന്നു എന്നുള്ളതാണ്. ഒരു റവല്യൂഷണറി സംഘടനയിൽ നിന്ന് നിങ്ങൾ ചാരിറ്റി സംഘടനയിലേക്ക് പോകുന്നു എന്ന ഒരു വിമർശനം ഇടതുപക്ഷം സ്ഥിരമായി നേരിടുന്നുണ്ട്. അത് വേറെ 3ാമത്തെ വർഷം. അതിനേക്കാളൊക്കെ കൂടുതൽ ഇപ്പം മന്ത്രി ഒരിക്കലും പൊതിച്ചോറ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ ചാനലുകൾ അങ്ങനെ പറയുന്നത്? പൊതിച്ചോറ് കൊടിയോ ബാനറോ വെച്ച് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് ആർക്കും കൊടുക്കാം. ഇപ്പൊ കമ്മ്യൂണിറ്റി കിച്ചൺ ഏർപ്പെടുന്നു, യഥാർത്ഥത്തിൽ കുറെ കൂടി വിശ്വാസ്യത അതല്ലേ. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ ഹോസ്പിറ്റൽ വഴിയോ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി വഴിയോ ഔദ്യോഗികമായി അവർക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ കൊടുക്കുക. അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാവുന്ന സംവിധാനം ഉണ്ടെങ്കിൽ വിശ്വാസ്യതയുള്ള സംവിധാനം അതല്ലേ. അപ്പൊ ഇന്ന് ഡിവൈഎഫ്ഐ കൊടുക്കുമ്പോൾ വിശ്വാസ്യത ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നാളെ വേറെ സംഘടന കൊടുത്താലോ, ഇത് അവരവരുടെ കൂടിയൊക്കെ വെച്ച് വന്നാലോ, ഇപ്പൊ സേവാഭാരതി വന്ന് കൊടുത്താലോ, യൂത്ത് കോൺഗ്രസ് കൊടുത്താലോ,
അങ്ങനെ കൊടുക്കുന്നത് ഒരു അവലക്ഷണാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം ഓർമ്മയുണ്ട്, വീടുകൾ കൊടുക്കുമ്പോൾ അവിടെ മറ്റേ കേന്ദ്ര ഗവൺമെന്റിന്റെ വയ്ക്കരുത് എന്ന് പറഞ്ഞ ആളുകളാണ് ലെഫ്റ്റ്. ഞാനും അങ്ങനെ പറയുന്ന ആളാണ്. കേന്ദ്ര ഗവൺമെന്റ് സിമ്പിൾ, അത് വലിയ തർക്കമായല്ലോ. ലൈഫ് പദ്ധതിയിൽ അവരെ സിമ്പിൾ വെക്കാമോ, അവര് വീട്ടിൽ സിമ്പിൾ വെക്കാമോ? വെക്കരുതെന്ന് തന്നെ ഞാനും പറയുന്നു. അപമാനിക്കുന്ന തരത്തിലാണ്. അപ്പോ ഈ വാങ്ങുന്ന ആൾ ഒരു പക്ഷെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലാവാം, വ്യത്യസ്ത ജീവിത രീതിയിലാവാം, വ്യത്യസ്ത സംഗതി. അയാളെ സംബന്ധിച്ചല്ലോ ഞാനിപ്പോ ഡിവൈഎഫ്ഐന്റെ മേടിക്കണ്ട, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മേടിക്കണ്ട, അല്ലെങ്കിൽ സേവാഭാരതിന്റെ മേടിക്കണ്ട എന്നൊരാൾക്ക് തോന്നാനും പാടില്ല. ഇവിടെ കൊടുക്കാം, ഇപ്പോഴും കൊടുക്കാം, ഇനിയും പൊതിച്ചോറ് കൊടുക്കാം. പക്ഷേ ഡിവൈഎഫ്ഐയുടെ ബോർഡ് കൂടി ബാനറും വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ നേരിട്ട് കൊടുക്കാം, കൊടിയും ബാനറും ഒക്കെ പുറത്തു വെച്ചിട്ട്. അത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. അവിടെയാണ് ഈ ചാനലുകളുടെ തെറ്റിദ്ധരിപ്പിക്കൽ. ഈ ചില ചാനലുകൾ, ഞാനത് പേരൊന്നും പറയുന്നില്ല, പക്ഷെ ചില ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറെ കാലമായി പണി ചെയ്തുകൊണ്ടിരിക്കുക. CPM-നേക്കാൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന കുറെ ചാനലുകൾ ഇവിടെ. അതാണ് അത് അവരുടെ സൗകര്യം, അവരുടെ അവകാശമാണ്. ഞാൻ CPM സപ്പോർട്ടറായ ഒരു ചാനൽ നടത്താം, എനിക്ക് വിരോധമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് സപ്പോർട്ടറായ ചാനൽ നടത്താം, BJP സപ്പോർട്ടറായി, അതിനൊന്നും വിരോധമില്ല. പക്ഷേ അവിടെ സ്വതന്ത്ര ചാനൽ എന്ന അർത്ഥത്തിൽ നുണ പ്രചരിപ്പിക്കുന്നത് പാടില്ല. ഞാൻ അത്രേ പറഞ്ഞു, നുണ പറയാൻ പാടില്ല. എന്താ അവിടെ നുണ? പൊതിച്ചോറ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് നുണ. പൊതിച്ചോറ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റ് തന്നെയാണ്. കാരണം ഒരു കമ്മ്യൂണിറ്റി കിച്ചണും എല്ലാവർക്കും വേണ്ടത്ര കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ പരാജയമാണെന്ന്. ഞാനത് ഈ സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ അല്ല, സർക്കാർ സംവിധാനത്തിന്റെ പരാജയമാണ്. നമ്മൾ അതിദാരിദ്ര്യമില്ലാത്തവരൊക്കെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ പോലും അതിദാരിദ്ര്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ കാണും. പട്ടിണി ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ പട്ടിണിയുണ്ട്. പിന്നെ ആളുകൾ നമുക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണ്ടേ. എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ചോറൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് പട്ടിണി, ഞാൻ ആശുപത്രിയിൽ പോയി നിൽക്കുകയാണ്, എനിക്ക് കൊണ്ടുതരാൻ ആരുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കിട്ടണം. ആശുപത്രിയിലാണെങ്കിൽ ഇത് ബസ് സ്റ്റാൻഡിലൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിലോ എവിടെയായാലും ചെയ്യണം. പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ടെന്നേ. ഇത് നമ്മൾ ഡിവൈഎഫ്ഐ ബോർഡ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഡിവൈഎഫ്ഐ സേവാഭാരതി നമ്മൾ പറയുന്നത്. ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്കൊരാളെ അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഒന്നും പേര് പോലും നമ്മൾ അറിയില്ല. എത്രയോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അത് പറയാൻ താല്പര്യമില്ല അവർക്ക്. ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ഒരാൾ സ്വീകരണം കൊടുത്ത് പറ്റുമ്പോൾ എനിക്ക് സ്വീകരണം വേണ്ട. ആ സ്വീകരണ ചടങ്ങ് ഇതിലുണ്ടായിരുന്ന ആൾ ഞാനാണ്. അപ്പോഴാണ് അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അയ്യോ ഇത് എന്താ ഇങ്ങനെ ചെയ്യണേ? അത് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് കാശുണ്ടാവുക? അതൊക്കെ നാട്ടുകാർ സഹായിക്കും, എന്നെ അറിയുന്ന കുറേ ആളുണ്ട്, അവർ കൊണ്ടുവന്നോളും, ഞാൻ ഉള്ളതുകൊണ്ട് വെച്ച് കൊടുക്കും, അതാണ് എൻ്റെ പണി, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് വേറെ വരുമാനമുണ്ട്, ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യും, കൃഷിയോ പശുവിനെ കറവലൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൽ ചെയ്യണം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നത് നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ ചാരിറ്റിക്ക് അർത്ഥമില്ല എന്നതാണ്. അത് ദൈവവിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പോയി നമ്മൾ ദൈവത്തിന് വഴിപാട് ചെയ്യണ മാതിരി, മറ്റേ ശ്രീകൃഷ്ണൻ പോരാടം എന്ന് പറഞ്ഞിട്ട് വഴിപാട് ചെയ്യണ മാതിരി അങ്ങനെയല്ലല്ലോ ഇത്. അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് സത്യസന്ധമായി പറയേണ്ടത്, ഇപ്പോൾ പ്രൈവറ്റ് കോളേജുകളിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് കൊടിയും വടിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അവർ നിയമം വന്നു, ഹൈക്കോടതി ഉത്തരവ് വന്നു, സ്വകാര്യ കോളേജ് മാനേജ്മെന്റിനെ നിയന്ത്രിക്കാം. എന്തെങ്കിലും ഉണ്ടായിക്കൊന്നില്ല. ഒരു പുറത്തൊക്കെ ചെയ്യാം, പുറത്ത് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞ ഡിവൈഎഫ്ഐ ലിസ്റ്റ് ഇറക്കിക്കോട്ടെ, ഞാൻ ഇന്ന് 500 പൊതിച്ചോറ് കൊടുത്തു, യൂത്ത് കോൺഗ്രസ് 200 പൊതിച്ചോറ് കൊടുത്തു, സേവാഭാരതി 300 കൊടുത്തോട്ട് എഴുതിക്കോട്ടെ. പക്ഷേ കിട്ടുന്ന ആളെ അപമാനിക്കുന്ന തരത്തിൽ പൊതിച്ചോറ് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഗവൺമെന്റ് മാത്രമല്ല, അതിൽ കക്ഷി രാഷ്ട്രീയം കലരുകയും അതിൽ തർക്കം വരികയും ഒക്കെ ചെയ്താൽ അത് രോഗികൾക്ക് വളരെ മോശമാണ്, രോഗികൾക്കും കൂടെ നിൽക്കുന്നവർക്കും. അതുകൊണ്ട് തീർച്ചയായും പൊതിച്ചോറ് എല്ലാവരും കൊടുക്കണം, കൊടുക്കാവുന്ന പരമാവധി ആളുകൾ കൊടുക്കണം, ഡിവൈഎഫ്ഐയും കൊടുക്കണം, മറ്റ് സന്നദ്ധ സംഘടനകളും കൊടുക്കണം. പക്ഷെ അതൊന്നും അവരുടെ ബോർഡും പേരും വെച്ചാവരുത് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം അത് അവർക്ക് അപമാനമാണ്, അത്ര അതിൽ പറയാനുള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ നുണ പ്രചരിപ്പിക്കുന്നത് തെറ്റുമാണ്. പൊതിച്ചോറ് ഇനിയും കൊടുക്കും.